നിനക്കെന്ത് പറ്റിയടാ? രാവിലെ തന്നെ മൂട്ടിൽ തീ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നടക്കുന്നു. വന്നോ? സമയം എത്രേ? അതറിയാനാണോ നീ ഇങ്ങനെ പിടിച്ച് നടന്നത്? കയ്യിൽ വാച്ചല്ലേ ഇരിക്കും, നോക്കിക്കൂടെ? തമാശിക്കല്ലേ? വെറുതെ തമാശിക്കല്ലേ? എടാ നമ്മൾ ഓഫീസ് ടൈം എപ്പോഴാണ് തുടങ്ങുന്നത്? 9 മണി. ഇപ്പൊ സമയം എത്രേ? 8:50. 8:50 അല്ല 8:52. അതിന് എടാ ഉത്തരവാദിത്തം വേണം, ഉത്തരവാദിത്തം. എടാ നിനക്കെന്താ? ഞാൻ ഓഫീസ് സമയത്തിന് മുമ്പ് എത്തിയില്ലേ? എടാ നിന്നെ കുറിച്ചാണ് അവൻ ടെൻഷൻ അടിക്കണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞ? പിന്നെ പെണ്ണ് ഇതുവരെ വന്നില്ല. മീര അതിന്റെ തിളപ്പാണ് ഈ കാണിച്ചോണ്ടിരിക്കുന്നത്. അവള് എത്തിയില്ലേ? അവള് എന്ത് പണിയാണ് കാണിക്കുന്നത്? അതല്ലേ ഞാൻ ഈ ചോദിക്കുന്നേ. നീയൊക്കെ രണ്ടു കൂടെ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? സമയമാകുമ്പോ അവളിങ്ങ് വന്നോളൂ. എടാ അവളോടെ തിന്നാണല്ലേ? സത്യത്തിൽ നമ്മളെല്ലാരും കൂടെ എത്തുന്നതിന്റെ മുന്നേ അവളോട് എത്തണ്ടേ? ഇതുവരെയായിട്ട് അവളോട് എത്തിയിട്ടില്ല. ഞാൻ അത് വിഷയാക്കും. കാര്യം ഞാൻ പറഞ്ഞു. എന്തിനി? അല്ല, അളിയൻ പറഞ്ഞാലും കാര്യമുണ്ട്. അവളൊന്ന് വരട്ടെ, ഒരു റൗണ്ട് ഫയർ ചെയ്ത് വിടണം, എന്നാലേ ശരിയുള്ളൂ. ഇല്ലെങ്കിൽ അവളൊക്കെ നമ്മുടെ തലയിൽ കയറൂടാ. എടാ നീയൊക്കെ ഫയർ ചെയ്യുന്നതൊക്കെ നോക്കിയും കണ്ട് വേണം. അത് പെങ്കൊച്ചാണ്. ഇവിടെ കിടന്ന് കരഞ്ഞ് അലമ്പായി കഴിഞ്ഞാൽ 3 ആണുങ്ങളേ ഉള്ളൂ. അവസാനം അത് വലിയ പ്രശ്നമാവും. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. എനിക്കും. എന്നാ പിന്നെ നീയൊക്കെ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഞാൻ ഇതിൽ ഇടപെടാൻ വരില്ല. ഞാൻ പോകും. പാടാ. എടാ ഉത്തരവാദിത്തം എന്ന് പറയുന്ന സാധനം 7 അയലത്തോടെ പോയിട്ടില്ല. ആർക്ക്? മീരയ്ക്ക്. അല്ലാതെ ആർക്ക്? അങ്ങനെ അല്ലെന്നെ ഇപ്പൊ മണി എത്രയായി? ശരിയാ, മണി 9:30. 9 മണിക്ക് പിന്നെ ഓഫീസിൽ എത്താൻ കാര്യം നമുക്ക് അറിയില്ല. പിന്നെ ഇവിടേക്ക് എന്തിനാണ് ഓഫീസിൽ വരുന്നത്? അറ്റ്ലീസ്റ്റ് താമസിച്ച് വരാൻ വാട്സപ്പിലെങ്കിലും മെസ്സേജ് ചെയ്തുകൂടെ? ഇന്നലെ രാത്രി തന്നെ ഞാൻ ഒരുപാട് മെസ്സേജ് ചെയ്തു, ഒരു റിപ്ലൈ തന്നില്ലൂടെ. ഓഹോ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നമല്ലേ? എനിക്കും തോന്നി രാവിലെ തന്നെ ഇത്ര ആത്മാർത്ഥത കണ്ടപ്പോ തന്നെ. എടാ അറ്റ്ലീസ്റ്റ് ഒരാൾ മെസ്സേജ് ചെയ്താൽ സാമാന്യ മര്യാദയിൽ ഒരാൾ റിപ്ലൈ ഇല്ലേ? എടാ പുള്ളിക്കാരി ഇന്നലെ ഓൺലൈനിൽ ഇല്ലായിരുന്നു തോന്നുന്നു. അത് നിനക്കറിയാം? അല്ലടാ, അവൾ എനിക്ക് ഇന്നലെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതാരും മീരയോ? സോറി ഞാൻ മനഃപൂർവ്വം താമസിച്ചതല്ല കേട്ടോ. അയ്യോ അതൊന്നും കുഴപ്പമില്ല. വരുന്ന വഴിക്ക് ബസ് എന്തോ ബ്ലോക്ക് ആയി ഉണ്ടാവും അല്ലേ? ഞങ്ങളതിപ്പോൾ സംസാരിച്ചിട്ടേ ഉള്ളൂ അല്ലടാ? അതെ, വരുന്ന വഴിക്ക് ബസ് പഞ്ചറായി, പിന്നെ അടുത്ത ബസ് കയറി, പിന്നെ അങ്ങനെയൊക്കെ ഒരു സമയമായി. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സ്വാഭാവികം. നീയൊക്കെ എന്ത് ക്രൂരനാണ്ട? ഒരു കൊച്ചിത്തിരി താമസിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വഴക്ക് പറയണോ? ഇനി ഇത് മീര ആവർത്തിക്കില്ല അല്ലേ മീര? അയ്യോ ഇവരെന്നെ വഴക്കുന്നു പറഞ്ഞില്ലേ? ഇല്ല, താമസിച്ചു വന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓ അങ്ങനെയും പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ കഴിഞ്ഞ ദിവസം കുറച്ച് കമ്പനികൾക്ക് ഇൻവിറ്റേഷൻ മെയിൽ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു? അതെ പറഞ്ഞിരുന്നു. അത് ഞാൻ ചെയ്തു. ചെയ്തു? അയ്യോ അത് ഒരുപാടുണ്ടായിരുന്നല്ലോ. പിന്നെ അതെ, ഞാൻ വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് ചെയ്തു. ലേറ്റ് ആയിട്ട് വന്ന സമയം പ്രൊഡക്റ്റീവ് ആയിട്ട് ആ കുട്ടി യൂസ് ചെയ്ത് കണ്ട് പഠിക്കണം. വെരി ഗുഡ് കേട്ടോ. വേണ്ട ഇവരൊക്കെ നോക്കുന്നത്. എന്റെ വെരി 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 ഗുഡ്. ഇനി ഇന്നലെ എന്തെങ്കിലും വർക്ക്? നോ മിര, യു ആർ സ്വെറ്റിംഗ്. പോയി അകത്തിരുന്ന് ക്യാബിനിൽ റെസ്റ്റ് എടുക്ക്. ഓക്കോ, ഇനി എന്തുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. ശരി. കേട്ടോ എന്തുവാ നിന്റെയൊക്കെ രണ്ടിന്റെ ഉദ്ദേശം? വലിയ ഉദ്ദേശമൊന്നുമില്ല അല്ലേ? ഉദ്ദേശമൊന്നുമില്ല. എന്തുവായിരുന്നു ഇവിടെ കുറച്ച് മുമ്പ് അവള് വരുമ്പോ എന്തോ വലിയ ഷോ ആയിരുന്നല്ലോ രണ്ടും കൂടെ. അവളെ കണ്ടപ്പോ കാണഞ്ഞു പോയെ? അല്ലല്ലയാ, അവള് വരുന്ന വഴിക്ക് ബസ്സും പഞ്ചറായി, കഷ്ടപ്പെട്ട് അടുത്ത ബസ്സും പിടിച്ച് ഓഫീസിലേക്ക് ഓടിക്കതച്ച് വരുന്ന പെങ്കുച്ചിനോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ? രണ്ടുപേരും ഭയങ്കര മര്യാദക്കാരായിരുന്നല്ലേ? അല്ല താൻ ഇവിടെ കടന്ന് വലിയ ഷോ ആയിരുന്നല്ലോ. എന്ത് ഷോ? വെറും പട്ടി ഷോ. റെസ്റ്റ് എടുക്കാൻ പറയുന്നു, ഓടി പോവാൻ പറയുന്നു. അത് ജസ്റ്റ് ഒരു മാനസിക പരിഗണന മാത്രം. മാനുഷിക പരിഗണന എന്നല്ല പറയാ, വ്യത്യസ്തമായ റൂട്ടിലൂടെ സഞ്ചരിച്ച് അവളെ അപ്രോച്ച് ചെയ്ത് വളയ്ക്കാനുള്ള നിന്റെ ശ്രമം എന്ന് പറ. അപ്പൊ നിനക്കത് മനസ്സിലായി? ആ മനസ്സിലായി. ആ എന്നാൽ അത് അങ്ങനെ തന്നെ വച്ചോ. എടാ നീയൊക്കെ ഒലിപ്പിച്ച് അവളുടെ പിറകെ നടക്കുമ്പോൾ നിനക്കൊക്കെ വെറും കോഴി ഇമേജ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവക്ക് എന്റെ അടുത്ത് റെസ്പെക്ട് തോന്നും. ആ റെസ്പെക്ട് പിടിച്ച് ഞാൻ അങ്ങ് ഇവൻ കേറി. എടാ നീ ട്രൈ ചെയ്യുന്നൊക്കെ കൊള്ളാം. നീ വലിയ പുണ്യാളിലും ഞങ്ങൾ രണ്ടുപേരും കോഴികളാണെന്നൊരു ധാരണ ഉണ്ടല്ലോ. ആ ഇമേജ് അവളോട് ക്രിയേറ്റ് ചെയ്യാൻ. എടാ അതൊക്കെ നിന്റെയൊക്കെ പ്രവൃത്തി പോലെ ഇരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിനക്ക് അവളെ ഒന്ന് മുട്ടുന്ന എനിക്കൊന്ന് കാണണം. എടാ നിന്റെയൊക്കെ വളത്തിൽ എന്റെ അടുത്ത് എടുക്കല്ലേ? നിന്നെയൊക്കെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണാടാ, നമുക്ക് കാണാടാ. അതൊന്ന് വരാമോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? കാര്യം പറ. വാ പറയാം. എന്താ കാണിച്ചു? പണിപോണ പരിപാടി മനുഷ്യനോട് സമാധാനവും പോയി. എന്താണ് സംഭവം? ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. എനിക്കെങ്ങനെ അറിയാം? പടി പോകണം.
അയ്യോ മീര ഇതെന്തോ കാണിച്ചു വെച്ചേക്കുന്നേ? അത് പിന്നെ എനിക്കൊരു കയ്യബദ്ധം. എടാ എന്താടാ പറ്റിയത് ഒന്ന് ഞങ്ങളോട് പറയടാ. ടെൻഷൻ അടിക്കാൻ വയ്യടാ, ഒന്ന് പറ. എടാ നമ്മൾ ഇന്നലെ ഈ കൊച്ചിന്റെ അടുത്ത് കുറച്ച് മെയിൽ അയക്കാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അത് അയക്കേണ്ട ആളെ അയക്കാതെ വേറെ ആർക്കും മാറി അയച്ചേക്കുന്നു. അത്രേ ഉള്ളൂ. ഞാൻ വേറെന്തോ വലിയ ആനക്കാരിയാണ്. നീയൊക്കെ ആർക്കാണ് അയച്ചതെന്നും കൂടെ അറിഞ്ഞിട്ട് ടെൻഷൻ അടിക്കാൻ വേണ്ട തീരുമാനിച്ചു. അല്ല ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ആർക്കാണ് മീര മെയിൽ അയച്ചത്? പറഞ്ഞു കൊടുക്കും തൊട്ട്. അത് പിന്നെ മുകേഷ് അംബേദ്കറിന് അയക്കാൻ പറഞ്ഞ മെയില് സ്പെല്ലിങ് മാറി മുകേഷ് അംബാനിക്ക് അയച്ചത്. അത്രേ ഉള്ളൂ. ഒരു കയ്യബദ്ധം പറ്റിയതാ. എന്റെ പൊന്നു മീര, നമ്മളൊരു ആപ്പ് കമ്പനിയല്ല വർക്ക് ചെയ്യുന്നത്, ഇന്ത്യയിൽ തന്നെ ഒരു നല്ല ബ്രാൻഡിന്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പോ അംബാനിക്കൊക്കെ മെയില് പോയത്. അളിയാ നമ്മളെ പണി പോകുന്ന ഉറപ്പാ. എന്റെ വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിർത്തേണ്ടി വരുമല്ലോ. എന്റെ പൊന്നു ദൈവമേ. എടാ നീയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച കാര്യത്തിന് തീരുമാനമാകാൻ പറ്റില്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കണോ? മീരയ്ക്ക് അംബാനിനെ പരിചയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ മെയിൽ കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ. അതപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് അംബാനിനെ അറിയില്ല. ഓ ഇത് അംബാനിക്ക് മെയിൽ അയക്കുന്നതിന് മുന്നേ നീ ഓർത്തില്ലല്ലോ. മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് ഓട്ടോ കറക്റ്റ്. ഓട്ടോ കറക്റ്റ് ആയ അത്ര ഇവിടുന്ന് ഒരു ഓട്ടോ കൂലി പോലും കിട്ടുമെന്ന് എന്റെ സംശയം. നീ എന്തോന്നും ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഈ പ്രശ്നം പരിഹരിക്കാൻ വല്ല വഴിയുണ്ടാ? ആന്നല്ലേ, ഇതെന്തായാലും ഹെഡ് ഓഫീസിൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ. അത് മെയിലായിട്ട് അയക്കണോ വിളിച്ചു പറയണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അലിയ എനിക്ക് മാനസികമായിട്ട് എന്താ പ്രശ്നമുണ്ടോ? നീ ആയിട്ട് വിളിച്ചറിയിപ്പിക്കണ്ട. എടാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ കമ്പനിയിൽ അറിയും. ഈ മീര ഇന്ത്യൻ ആണ്, അതറിയാലോ. ഇവളുടെ മെയിൽ ഐ ഡി ഓൾറെഡി മോണിറ്ററിംഗ് ആണ്. ഇതൊക്കെ ആരാണ് മോണിറ്റർ ചെയ്യണേ? ആ പൂര പടപണ്ടാരി എങ്ങനെ പണി തരാന്ന് നോക്കിയിരിക്കണ പൂതനയാണ് അവള്, പൂതന. മിക്കവാറും അവള് നമ്മുടെ കളസം കീറും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ, നമ്മൾ ആദ്യമേ കയറി ഇതങ്ങ് അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് എസ്കേപ്പ് ആവാനുള്ള വഴിയും കൂടെ മൂഞ്ചി പോത്തേ ഉള്ളൂ. എന്താണ് മെയിൽ അയക്കേണ്ടതെന്ന് പറഞ്ഞു തന്നാ മതി, ഞാനത് അയച്ചോളാം. അയ്യോ വേണ്ടേ, ഇപ്പൊ അംബാനിക്ക് മാത്രമേ മെയിൽ പോയിട്ടുള്ളൂ. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോയിട്ടുള്ള പട്ടാളക്കാരോട് കൂടി സമാനം പറയാം. എടാ ഞാനേ എന്തായാലും ഹെഡ് ഓഫീസിൽ നമ്മളെ തനൂജിന്റെ അടുത്തൊന്ന് സംസാരിക്കാം. ആകെപ്പാടെ അവിടെ ഒരു മനുഷ്യപ്പറ്റുള്ളതാവും മാത്രമേ എന്തെങ്കിലും നടപടിയാവും നോക്കട്ടെ കേട്ടോ. എടാ പുതുവർഷം പറഞ്ഞപ്പോൾ എന്തൊക്കെ ഒരു സ്വപ്നങ്ങളായിരുന്നു, എല്ലാം വിടരും മുന്നേ കൊഴിഞ്ഞങ്ങ് പോയി. നീ വിഷമിക്കലടാ, എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ നമുക്ക്. സത്യമായിട്ടും എനിക്ക് അറിയാതെ പറ്റിയതാ. മീര, സത്യത്തിൽ മീര ഓരോരോ ആൾക്കാർക്ക് മെയിൽ അയക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മീരയുടെ കൂടെ വേണം. ഇതിപ്പോൾ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങളെടുത്തില്ലേ തെറ്റ്. അല്ല, എന്തെങ്കിലും ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ? പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന പണിയുടെ ആഘാതം കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ശ്രീ വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ തനൂജിന്റെ അടുത്ത് സംസാരിച്ച്, ആ പൂജ ഉച്ചവരെ ലീവാണ്, നമുക്കതുകൊണ്ട് ഉച്ചവരെ സമയമുണ്ട്. അതിനകത്ത് എന്തെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് അത് ഡീലാക്കാനുള്ള പരിപാടി കണ്ടുപിടിക്കണം. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ മിസ്റ്റേക്ക് അല്ലേ, ഞാൻ തന്നെ വിളിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞോളാം. മീര അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പം മീര കുറ്റസമ്മതം നടത്തി കഴിഞ്ഞാലും ഞങ്ങൾ ഓരോരോ ആൾക്കാർ മീരയുടെ അടുത്ത് വേണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ ആരും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഞാൻ കാരണം നിങ്ങളും കൂടെ. ഓ അതോർത്ത് മീര വിഷമിക്കണ്ട. അപ്പം ഞങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചിട്ട് എന്ത് പണി വേണമെങ്കിലും കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് നോക്കുമ്പോൾ അതൊരു സമാധാനം. എന്തായാലും മീര ഒരു കാര്യം ചെയ്യും, നമുക്ക് അയക്കാനുള്ള ബാക്കി മെയിലുകളൊക്കെ ചെന്ന് തരുന്ന അയക്കും. അതിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യട്ടെ. അളിയ, ഇതിപ്പോ ഒരു പെങ്കൊച്ചായത് കൊണ്ട് ഇപ്പൊ ഒന്നും പറയാനും പറ്റുന്നില്ല. നമ്മളെ പണി കാണാൻ പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പണി കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് പറയുമ്പോൾ നിനക്ക് എന്താ എത്ര സന്തോഷം? അല്ല ഭാവിയിൽ എനിക്ക് മാത്രമായിട്ട് വല്ല പണിയും കിട്ടി ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലോ, പിന്നെ അതോർത്ത് ഭയങ്കര റിഗ്രറ്റ് അടിക്കും. ഇതാകുമ്പോൾ പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്. പരനാറി. അതെ, എനിക്കൊരു മെയിൽ വന്നു. എന്താ പണിയെന്നെങ്ങനെ പറഞ്ഞു കിട്ടുന്നെങ്ങനാണോ മെയില്? എടാ തനൂജ് അങ്ങനെ പറ്റിച്ചോ? ഏയ് അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. അത് പറയാൻ പറ്റില്ല. അയ്യോ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാവോ? അംബാനിയുടെ കമ്പനിയിൽ നിന്നാണ് മെയിൽ വന്നിരിക്കുന്നത്. അതെ, അവർക്ക് നമ്മൾ അയച്ച പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു, കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അംബാനിയുടെ കമ്പനി ഇല്ല. എടാ അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ കമ്പനി അംബാനിയുടെ ഗേറ്റിന്റെ മുമ്പേ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നമ്മയല്ല അതിന്റെ രീതി. ഞാൻ പ്രാസം നോക്കിക്കൊണ്ടിരുന്നു. ഞാനും എന്റെ മീരയും കൂടെ അംബാനിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പോവാ. മീര നീ എന്തോ നോക്കിക്കൂടെ വാടാ ഇങ്ങോട്ട്.